കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചോദിച്ച ചോദ്യം ഇതാണ്: എന്നും ലെഫ്റ്റിനെ, ഇടതുപക്ഷത്തെ സ്വാഭാവിക ബന്ധുക്കളായി കണ്ടുപോകുന്ന വിഭാഗമുണ്ട് കേരളത്തിൽ. നാച്ചുറൽ എലൈ എന്ന് പറയും, സ്വാഭാവിക ബന്ധുക്കൾ. അവർ ഞങ്ങളെ കണ്ടത് അങ്ങനെയാണ്, ന്യൂനപക്ഷങ്ങളെല്ലാം. ആ വിഭാഗങ്ങൾ ഞങ്ങളെ അതുപോലെ കാണുന്നുണ്ടോ? അകന്നു പോയിട്ടുണ്ടോ? അകന്നു പോയിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം? അതേപ്പറ്റി ഞങ്ങൾ പരിശോധിക്കണം. ഞങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ സംഘടനാ പ്രക്രിയയാണ് തെറ്റുതിരുത്തൽ. ആ തെറ്റുതിരുത്തൽ യാത്രയിൽ ഈ ചോദ്യത്തിന് പ്രാധാന്യമേറെയുണ്ട്. അത് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെയും കൗൺസിലിൻ്റെയും ചർച്ചയിലും പൊന്തി. ശബരിമല ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും. 10 ലക്ഷങ്ങൾക്ക് ആ തീർത്ഥാടന കേന്ദ്രം അതീവ പ്രാധാന്യമുള്ള ഒന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്ന് പറയാൻ കഴിയും: കമ്മ്യൂണിസ്റ്റുകാർ വിശ്വാസങ്ങളെ മാനിക്കുന്ന പാർട്ടിയാണ്. ആ അർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ യഥാർത്ഥ വിശ്വാസികളോട് ആദരവുള്ള പാർട്ടിയാണ്. LDF അങ്ങനെ തന്നെയാണ്. ഇടതുപക്ഷത്തിന് ഈ ബന്ധമായിരിക്കും ഉണ്ടാവുക വിശ്വാസികളുമായി. അവിടെ ഒരു വര വരയ്ക്കേണ്ടതുണ്ട്: യഥാർത്ഥ വിശ്വാസം, യഥാർത്ഥം അല്ലാത്ത വിശ്വാസം. ഞങ്ങൾ പൂർണ്ണമായും യഥാർത്ഥ വിശ്വാസിക്കൊപ്പമാണ്. വിശ്വാസങ്ങളെ പവിത്രമായി കാണുന്ന, വിശ്വാസങ്ങളെ ആദരവോടെ കാണുന്ന, വിശ്വാസങ്ങളെ അന്യമത വിദ്വേഷമായി കാണാത്ത, വിശ്വാസങ്ങൾ ദൈവത്തിൻ്റെ വഴിയെ പോകേണ്ട വഴിയായി കാണുന്ന, വിശ്വാസങ്ങളെ പിശാചിൻ്റെ വഴിയായി കാണാൻ കൂട്ടാക്കാത്ത മനുഷ്യരാണ് യഥാർത്ഥ വിശ്വാസികൾ. ഞങ്ങളവരെ മാനിക്കും. എന്നാൽ എല്ലാ മതങ്ങൾക്കുള്ളിലും ഇന്ന് മൂലധനവാഴ്ചയുടെ ഈ തള്ളിക്കയറ്റത്തിന് ഫലമായി കൂടിയാണ് അയഥാർത്ഥ വിശ്വാസികളുമുണ്ട്. കാപട്യം ശീലമാക്കിയ വിശ്വാസികൾ, കപടവിശ്വാസികൾ, അവരാണ് മതഭ്രാന്തന്മാരാകുന്നത്. അവരുടെ ആശയമാണ് മതതീവ്രവാദം. അവരാണ് മതമൗലികവാദികൾ. അത്തരക്കാരുണ്ട് ഇന്നെല്ലാ മതങ്ങളിലും.